സുകുമാരക്കുറുപ്പിനെ തേടി വീണ്ടും കേരള പോലീസ്. സുകുമാരക്കുറുപ്പിനെ കണ്ടെന്ന് മുൻപ് വെളിപ്പെടുത്തിയ നഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊൽക്കത്തയിൽ നഴ്സായിരുന്ന രത്നമ്മയുടെ മൊഴിയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത്. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്: സുകുമാരക്കുറുപ്പ് എവിടെ എന്നുള്ളത്. 1984 ഫിലിം റെപ്രസെന്റേറ്റീവായിരുന്ന ചാക്കോയെ കൊലപ്പെടുത്തിയ ശേഷം സുകുമാരക്കുറുപ്പ് എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കേരള പോലീസിന് ഒരു ഉത്തരമില്ല. ആ തിരോധാന കേസ് പല ഘട്ടങ്ങളിൽ പലതവണ കേരള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും സുകുമാരക്കുറുപ്പിന്റെ ഫയൽ ഒരിക്കൽ കൂടി ക്രൈംബ്രാഞ്ച് പൊടിതട്ടെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരിക്കൽ സുകുമാരക്കുറുപ്പിനെ കണ്ടിരുന്നു എന്ന് അവകാശപ്പെട്ട കൊൽക്കത്തയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രത്നമ്മയുടെ മൊഴി വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ചാണ് രത്നമ്മയുടെ ആലപ്പുഴയിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. കൊൽക്കത്തയിൽ നഴ്സായി ജോലി ചെയ്യുന്ന കാലത്താണ് സുകുമാരക്കുറുപ്പിനെ കണ്ടിരുന്നു എന്ന് രത്നമ്മ അവകാശപ്പെട്ടിരുന്നത്. ചാക്കോ കൊല്ലപ്പെട്ട ആ നാളുകളിൽ ഒരിക്കൽ കൊൽക്കത്തയിലെ ആശുപത്രിയിൽ പരിക്കേറ്റ നിലയിൽ ഒരാൾ വന്നുവെന്നും അയാൾക്ക് സുകുമാരക്കുറുപ്പിന്റെ ഛായ ഉണ്ടായിരുന്നുവെന്നും സുകുമാരക്കുറുപ്പ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് അയാൾ മറുപടി പറഞ്ഞതായും പിന്നീട് മരുന്നെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും അയാൾ അപ്രത്യക്ഷമായി എന്നുമായിരുന്നു രത്നമ്മ അന്ന് അവകാശപ്പെട്ടത്. ഈ കാര്യം കത്ത് മുഖേന അന്ന് കേരള പോലീസിനെ രത്നമ്മ അറിയിക്കുകയും പോലീസ് സംഘം കൊൽക്കത്തയിലെത്തി രത്നമ്മയുടെ മൊഴിയെടുക്കുകയും അവിടെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഒരു തുമ്പും അന്ന് പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ രത്നമ്മ വീണ്ടും കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ് പോലീസ് അവരുടെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയത്. ക്രൈംബ്രാഞ്ച് നൽകുന്ന വിശദീകരണം സുകുമാരക്കുറുപ്പിന്റെ പുനരന്വേഷണമല്ല ഇപ്പോൾ നടക്കുന്നത്. ഒരുപാട് തെളിയിക്കപ്പെടാത്ത കേസുകൾ ക്രൈംബ്രാഞ്ചിന്റെ ലിസ്റ്റിലുണ്ട്. ഏതാണ്ട് 10,000-ഓളം കേസുകളുണ്ട്. ആ കേസുകളുടെ ഫയലുകളൊക്കെ വീണ്ടും പരിശോധിച്ച് പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സുകുമാരക്കുറുപ്പിന്റെ കേസ് ഫയലും ഓപ്പൺ ചെയ്തതെന്നാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ സുകുമാരക്കുറുപ്പിനെ സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തലുകളോ അതല്ലെങ്കിൽ പുതിയ തെളിവുകളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.